റംബൂട്ടാൻ മുഴുവനും പഴുത്ത് കൊതിയൂറി നിൽക്കണ്. അപ്പം മഴക്കാലമായതുകൊണ്ട് ടെറസുമ്മോടെ പൂമ വഴിക്ക് വീഴും. അതിൽ നല്ല ഈ മരത്തുമ്മോടെ കയറണം. കാരണം മരം ഒരു കാറ്റടിച്ചു കഴിഞ്ഞാൽ അപ്പം ഉണങ്ങും. അപ്പം ഇതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് നിഷ്പ്രയാസം കൊണ്ട് കയറാം. ആർക്ക്? എനിക്ക് ഇട്ടാ. നിങ്ങൾ കയറാൻ പറ്റിയിട്ട് വേണ്ട. ഇന്ന് മരത്തിൽ കയറാനായിട്ടൊന്നും ധൈര്യമുള്ള ആൾക്കാരില്ല കണ്ടോ. അപ്പോൾ അല്പം ധൈര്യമുള്ളവരൊക്കെ മരം വെട്ടുകാരാണ്. അവർക്ക് ഒരു ദിവസത്തേക്ക് കൂലി 2000-2500 അപ്പോൾ അവരെ വിളിച്ചിട്ട് നമുക്ക് കയറ്റാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ തന്നെ അങ്ങോട്ട് കയറി. ദേ കണ്ട് എത്രമാത്രം ഇതിൻ്റെ മുകളിൽ പഴുത്തക്കണേന്നറിയാം. സബിത താഴെ ഉണ്ട്. അപ്പോൾ അവള് പറയണ് കുറച്ചുകൊണ്ട് പൊട്ടിച്ചിട്. അപ്പോൾ ആദ്യം കയറി ആളങ്ങോട്ട് പൊട്ടിച്ചു കേട്ടോ, അതിന് ശേഷം ആവാന്ന് പറഞ്ഞിട്ട് ഞാൻ നിൽക്കണത്. കാണാൻ പറ്റണല്ലേ? ഇപ്പോൾ കാണിച്ചാൽ ദേ കണ്ട ഇഷ്ടം പോലെയാണ്. ഇതാണ് മലേഷ്യൻ റംബൂട്ടാൻ. അപ്പോൾ ഇതിൻ്റെ തൈക്കളൊക്കെ നമുക്കൊരു 250 രൂപയ്ക്ക് അല്ലെങ്കിൽ 300 രൂപയ്ക്ക് നല്ല അടിപൊളി തൈ കിട്ടും. കുഴിച്ചിട്ട പിറ്റേ വർഷം ഇതുപോലെ റംബൂട്ടാൻ തൈ കിട്ടും. അപ്പോൾ 250 രൂപയ്ക്ക് നമ്മളൊരു തൈ മേടിച്ചു കഴിഞ്ഞാലേ പിറ്റേ കൊല്ലം തന്നെ അടുത്ത വർഷം നമുക്ക് 250 അല്ല 500 രൂപയ്ക്കുള്ള റംബൂട്ടാൻ കിട്ടും. ഒരു 2 കിലോ കിട്ടിയാൽ പോരെ. ഇതിപ്പോൾ എത്ര കിലോ നിൽക്കുന്നത് കണ്ടില്ലേ? അപ്പോൾ ഇത് എൻ്റെ ഒരു 10 വർഷം പഴക്കമുള്ളൊരു മഴയാണ് ഇത്. വേറെയുള്ളതൊക്കെ ഒരു 2-3 വർഷം പഴക്കമുള്ളൂ. അപ്പോൾ ഇതുമ്മ ഇഷ്ടം പോലെയാണ്. അപ്പോൾ വെട്ടാറില്ല കൂടുതൽ. കാരണം വേറെ മരങ്ങളൊക്കെ ഇതിൻ്റെ അടുത്തുണ്ട്. വേപ്പുണ്ട്, അടയ്ക്കാമരമുണ്ട്, മറ്റ് മരങ്ങളുള്ള കാരണം ഇവ അങ്ങോട്ട് മോളിക്ക് പോയേക്കണം. അപ്പോൾ ഇത് വർഷം വെട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഹൈറ്റിൽ പോവില്ല. പക്ഷെ ഞങ്ങൾക്കിത് തണൽ ഉള്ള കാരണേ വെട്ടാറില്ല. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്, സൂപ്പർ സാധനമാണ്, ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഞാനിത് കച്ചവടക്കാർക്കൊന്നും വിറ്റ് കാശ് മേടിക്കാറില്ല. എൻ്റെ മകളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകും, ഭാര്യ വീട്ടിലേക്ക് കൊണ്ടുപോകും, അങ്ങനെ മരുമോളുടെ അവിടേക്ക് കൊണ്ടുപോകും, അങ്ങനെ പല സ്ഥലത്തേക്ക് കൊടുക്കും. അപ്പോൾ ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം ഞങ്ങൾക്ക് കഴിക്കാനുള്ളതായിട്ടുണ്ട്. ഒരു 2-3 കിലോ അത് മതി. അപ്പോൾ ഞാൻ ഇറങ്ങാണ്. അപ്പം ഞാൻ കയറുന്നത് ഭാര്യ കണ്ടിട്ടില്ല. കണ്ടു കഴിഞ്ഞാൽ അവള് പറയും ഇതുമ്മ കയറാൻ പറ്റില്ല, താഴെ വീഴുന്നു. അവൻ കണ്ടില്ലേ സാധനം കിട്ടേ. നീ എവിടെയായിരുന്നു? അതെ, നേരെ പിടിച്ചോ. കണ്ടില്ലേ?